2026 നീറ്റ് എഴുതുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളയുടെ ആപ്ലിക്കേഷൻ നടക്കുകയാണല്ലോ. നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെ കീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്ന് അല്പം വ്യത്യസ്തമാണ് നിയമങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ആധാർ ഇല്ല, അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റഡ് അല്ല, അല്ലെങ്കിൽ ആധാറിനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വിചാരിച്ചൊന്നും അപ്ലൈ ചെയ്യുന്നതിനോ പരീക്ഷ എഴുതുന്നതിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡോക്യുമെൻ്റാണ് നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10. ഇതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ. നോർമലി നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജെയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ് ഏതാണ്ടല്ല അത് തന്നെയാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ തഹസീൽദാരുടെയാണ് വേണ്ടതെന്ന് മാത്രം ഓർത്താൽ മതി. എല്ലാ ഡോക്യുമെൻറ്റ്സും ഇപ്പം തന്നെ വേണം. ഇപ്പോൾ OBC നോൺ ക്രിമിനൽ ആവട്ടെ, അല്ലെങ്കിൽ EWS ആവട്ടെ, SC ST ആവട്ടെ, PWD വിഭാഗമാകട്ടെ, ഡോക്യുമെൻറ്റ്സ് ഇപ്പം തന്നെ നമുക്ക് വേണം. അത് അപ്ലോഡ് ചെയ്യാനായിട്ടില്ല. PWD വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളതിനൊന്നും അപ്ലോഡ് ചെയ്യേണ്ട. പക്ഷേ അതിന് നമ്പറുകളും ഡേറ്റുകളും ഇഷ്യൂയും അതോറിറ്റിയൊക്കെ നമ്മൾ എൻ്റർ ചെയ്താൽ മതിയാകും. കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അപേക്ഷിച്ച സമയത്ത് വാലിഡ് ആയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നീറ്റിന് അങ്ങനെയല്ല. കോളേജുകളിൽ ചെല്ലുന്ന സമയത്ത് വാലിഡ് ആയിട്ടിരിക്കുക. നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നില്ല കാര്യം. ആ ഡോക്യുമെൻറ്റിനകത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതിനകത്ത് കൃത്യമായിട്ട് നമ്മളുടെ ജാതി പറഞ്ഞിട്ടുണ്ട്. അതിലോട്ട് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മെയ് മാസത്തിലൊക്കെ തിരുത്താൻ ധാരാളം സമയം തന്നോളും. എയിംസ് ആവട്ടെ, ജിപ്മർ ആവട്ടെ, ഓൾ ഇന്ത്യ കോട്ട ആവട്ടെ, ESI IP ആവട്ടെ, ഏതിനാണെങ്കിലും ആ കോളേജിൽ ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു പരിധിക്കപ്പുറത്ത് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വരും എന്നുള്ളത് പേടിക്കേണ്ടതായിട്ടില്ല. ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ എക്സാമിനെ അത് വളരെയധികം കുട്ടിക്ക് ഏകാഗ്രതയോടുകൂടി പരീക്ഷ എഴുതാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. ശിവൻ സാറിന് പോകുന്ന പ്രോഗ്രാമിൻ്റെ 173ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നീറ്റുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ എപ്പോൾ വരുമെന്ന്? തീർച്ചയായിട്ടും. കാരണം 2026 നീറ്റ് എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ഏറ്റവും റീസെൻ്റ്ലി അതിൻ്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. എന്നാണ് എക്സാം, ഏത് മോഡിലാണ് എക്സാം, 2025 പോലെ തന്നെ പേപ്പർ മോഡിലാണോ, ഒരൊറ്റ ദിവസമായിട്ടാണോ എക്സാം, അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഈ ആഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. ഫെബ്രുവരി ആപ്ലിക്കേഷൻ തുടങ്ങും. അപ്പം 2026 നീറ്റ് എഴുതുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം തന്നെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കേരളയുടെ ആപ്ലിക്കേഷൻ നടക്കുകയാണല്ലോ. ഇപ്പോൾ സാർ പറഞ്ഞു ഫെബ്രുവരിയോടുകൂടി തന്നെ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട്. അതെ, ഏതാണ്ട് 3 ആഴ്ചക്കാലത്തോളം സമയം ഉണ്ടായിരിക്കും നീറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഏറ്റവും നേരത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ല. നമ്മൾ നീറ്റിൻ്റെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ ഡോക്യുമെൻസിനെ കുറിച്ചൊക്കെ പല എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ JEE ആപ്ലിക്കേഷൻ കഴിഞ്ഞു. ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞു, JEE ഒരു എക്സാം കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം അതിനകത്ത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തപ്പം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രിവെൻറ്റീവായിട്ട് എന്തൊക്കെ എടുക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഏകദേശം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ആധാറിൻ്റെ അപ്ഡേഷൻ തന്നെയാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ടും പരീക്ഷ എഴുതാനായിട്ടും ഏറ്റവും എളുപ്പമാണെന്ന് മാത്രം. പക്ഷേ അതില്ല എന്ന് വിചാരിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ഇനി എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് വിചാരിച്ച് ഒരാൾക്ക് പോലും JEE പരീക്ഷ എഴുതാതിരിക്കാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാദ്യം വിചാരിക്കുക, അല്ലേ, ആധാർ ഇല്ല, അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റഡ് അല്ല, അല്ലെങ്കിൽ ആധാറിനകത്ത് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് വിചാരിച്ചൊന്നും അപ്ലൈ ചെയ്യുന്നതിനോ പരീക്ഷ എഴുതുന്നതിനോ ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റ് ചില നടപടിക്രമങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ആധാർ ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന സോഴ്സായിട്ട് ഡോക്യുമെൻ്റായിട്ട് അവർ കരുതുന്നതെന്ന് മാത്രം. കാരണം കുട്ടിയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ മൊബൈൽ ഒതൻറ്റിക്കേഷൻ, ബയോമെട്രിക്, ഫേസ് റെക്കഗ്നീഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും ആധാർ തന്നെയാണ് എടുക്കുന്നത്. കാരണം ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ് ഉണ്ട്. നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ് ഉണ്ട്. അപ്പോൾ ആ ഫോട്ടോ ആധാറിൻ്റെ ഉദയ ഡേറ്റയുടെ ഫോട്ടോ ആയിട്ടാണ് അവർ മാച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും ഈ ഉദയയുടെ ഡേറ്റയായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. അപ്പം ആധാർ അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്കൊരു 20 മിനിറ്റിനുള്ളിൽ ആപ്ലിക്കേഷൻ ചെയ്ത് തീർക്കാം. ഇല്ലെങ്കിൽ അതാത് സമയത്ത് എന്തൊക്കെയാണോ അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അഫിഡേവിറ്റുകൾ നമ്മൾ എക്സാം സെൻറ്ററിൽ നമ്മൾ കരുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓൺലൈൻ ആപ്ലിക്കേഷൻ പരീക്ഷ എഴുതുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നീറ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കേരളത്തിൻ്റെ കീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്ന് അല്പം വ്യത്യസ്തമാണ് നിയമങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം OBC വിഭാഗത്തിൽപ്പെട്ടവരാണോ,
നമ്മുടെ കയ്യിൽ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം, പക്ഷേ നമുക്ക് വേണ്ടത് തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റാണ്. OBC നോൺ ക്രിമിലെയർ വിഭാഗത്തിന് നീറ്റിന് വേണ്ടത് തഹസീൽദാരുടെ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. EWS ജനറൽ വിഭാഗത്തിന് EWS റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് തഹസീൽദാരുടെയാണ് വേണ്ടത്. അതിന് വേറൊരു നിയമമാണ്. അതുപോലെ തന്നെ ഇതിന് വേറെ റിസർവേഷൻസ് ഇപ്പം NCC എന്നോ എക്സ് സർവീസ് എന്നോ സ്പോർട്സ് എന്നോ അങ്ങനെയുള്ള ഒരു റിസർവേഷൻ നീറ്റിനില്ല. നീറ്റ് എന്ന് പറയുന്നത് പ്യുവർലി മെയിൽ നടക്കേണ്ട എക്സാമിൻ്റെ ഒരു ഡാറ്റാബേസ് കളക്ഷനായിട്ട് തന്നെയാണ്, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഡാറ്റാബേസ് കളക്ഷനായിട്ടാണ് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്. അപ്പം നോർമലി നിങ്ങൾ കീമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെ ജെയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റ ഏതാണ്ടല്ല അത് തന്നെയാണ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞ പോലെ തഹസീൽദാരുടെയാണ് വേണ്ടതെന്ന് മാത്രം ഓർത്താൽ മതി. സാർ, അപ്പോൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ എപ്പോഴാണ് തയ്യാറാക്കി വെക്കേണ്ടത്? അല്ല, ഇപ്പം തന്നെ വേണം. എല്ലാ ഡോക്യുമെന്റ്സും ഇപ്പം തന്നെ വേണം. ഇപ്പോൾ OBC നോൺ ക്രിമിലെയർ ആവട്ടെ, അല്ലെങ്കിൽ EWS ആവട്ടെ, SC ST ആവട്ടെ, PWD വിഭാഗമാകട്ടെ, ഡോക്യുമെന്റ്സ് ഇപ്പം തന്നെ നമുക്ക് വേണം. അത് അപ്ലോഡ് ചെയ്യാനായിട്ടില്ല. PWD വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളതിനൊന്നും അപ്ലോഡ് ചെയ്യണ്ട. പക്ഷേ അതിന് നമ്പറുകളും ഡേറ്റുകളും ഇഷ്യൂയിങ് അതോറിറ്റിയൊക്കെ നമ്മൾ എൻ്റർ ചെയ്താൽ മതിയാകും. സാർ, ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് ഫേസ് ചെയ്തവർ ഓൾറെഡി ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. അത് തന്നെ മതിയോ അതോ പുതിയതായിട്ട്? തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, SC ST കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് തന്നെ മതിയാകും. കാരണം ഇപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാമോ, എന്താണ് നോൺ ക്രിമിലെയർ, എന്താണ് EWS എന്നൊക്കെ നമുക്കൊരു അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറിൻ്റെ അപ്ലൈ ചെയ്ത ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റിയൊക്കെ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റുകളൊന്നും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതൊക്കെ നമുക്ക് അഡ്മിഷൻ സമയത്താണ് നമ്മൾ ഹാജരാക്കേണ്ടത്. സാർ, ഇപ്പോൾ ചില ആളുകൾക്ക് ഇതിൻ്റെ ഒരു വാലിഡിറ്റിയെ കുറിച്ച് വളരെ സംശയമുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അപ്ലൈ ചെയ്തവർക്കെല്ലാം ഈ സർട്ടിഫിക്കറ്റ് തന്നെ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാവും. അതെ, അപ്പോൾ അവരുടെ അത്തരത്തിൽ, അതായത് ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എത്രത്തോളമാണ്, ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ഇതിന് കേപ്പബിൾ ആണോ എന്നൊക്കെ എങ്ങനെ അറിയാൻ? തീർച്ചയായിട്ടും. ഈ ഇപ്പം നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അപേക്ഷിച്ച സമയത്ത് വാലിഡ് ആയാൽ മതി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നീറ്റിന് അങ്ങനെയല്ല. നീറ്റിന് സർട്ടിഫിക്കറ്റുകളെല്ലാം വെരിഫൈ ചെയ്യുന്നത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ സമയത്ത് കോളേജിൽ ചെല്ലുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുന്നത്. കേരള മെഡിക്കലിന് വേറെ തിരിച്ചാണ്. കേരള മെഡിക്കലിന് ഇപ്പോൾ തന്നെ കേരള എൻട്രൻസ് കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ച് ഇതെല്ലാം നിയമവിധേയമാണോ എന്ന് അന്വേഷിച്ച് നമുക്ക് അതിൻ്റെ റിസർവേഷൻസ് തരിക ചെയ്യുന്നത്. പക്ഷെ നീറ്റിന് ഒരു ഡീറ്റെയിൽസും ഒരു സർട്ടിഫിക്കറ്റും നമ്മൾ OBC എന്ന് പറയുന്നതോ നമ്മളുടെ +2 പറയുന്നതോ നമ്മുടെ ലാംഗ്വേജോ നമ്മളുടെ അഡ്രസ്സോ ഒന്നും NTA വെരിഫൈ ചെയ്യുന്നില്ല. NTA നടത്തുന്നത് പരീക്ഷ എഴുതുന്നതിൽ മാൽ പ്രാക്ടീസ് ഉണ്ടാകരുതെന്ന് വിചാരിച്ചുകൊണ്ട് അപേക്ഷിക്കുന്നയാളും പരീക്ഷ എഴുതുന്നയാളും അഡ്മിഷൻ എടുക്കുന്നയാളും ഒന്നായിരിക്കണമെന്നുള്ള കുറച്ച് പ്രിക്കോഷൻസ് മാത്രമാണ് NTA എടുക്കുന്നത്. അതാണ് ഈ ആധാറും ഫോട്ടോ റെക്കഗ്നിഷനും ഒക്കെ. അതല്ലാതെ OBC നോൺ ക്രിമിലെയർ ഇത് തന്നെയാണോ എന്നൊന്നും NTA നോക്കുന്നില്ല. അപ്പോൾ നീറ്റിനെ സംബന്ധിച്ചിടത്തോളം കോളേജുകളിൽ ചെല്ലുന്ന സമയത്ത് വാലിഡ് ആയിട്ടിരിക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം എടുത്തവരാണെങ്കിൽ അവരുടെ ഡേറ്റ് ആഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്ടോബർ വരെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അതല്ല, കഴിഞ്ഞ വർഷം ഉള്ളവരുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ, തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ നമ്മുടെ ജനുവരിയിലോ ഫെബ്രുവരിയിലോ തീരുന്നതാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം പുതിയ സർട്ടിഫിക്കറ്റ് എടുത്തേക്കുക. അപേക്ഷിക്കുന്ന സമയത്ത് വാലിഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡേറ്റ് തീരുമ്പോൾ പുതിയതങ്ങ് എടുത്തേക്കുക. കോളേജിൽ ചെല്ലുമ്പോൾ എന്താണെങ്കിലും എയിംസ് ആവട്ടെ, ജിപ്മർ ആവട്ടെ, ഓൾ ഇന്ത്യ കോട്ടയാവട്ടെ, ESI IP ആവട്ടെ, ഏതിനാണെങ്കിലും ആ കോളേജിൽ ചെല്ലുന്ന സമയത്ത് സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. അത് നിർബന്ധമാണ്. സാർ, അതുപോലെ ഈ ജനറൽ വിഭാഗക്കാർ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്? അതെ, നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ റിസർവേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. യാതൊരുവിധ റിസർവേഷനും ഇല്ലാത്ത ജനറൽ വിഭാഗത്തിന് ഒരു ഡോക്യുമെന്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല, മറ്റു ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള മുഖം 80% വലിപ്പമുള്ള നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, 4x6 വലിപ്പമുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസ്. ആളെ കൂടുതൽ തിരിച്ചറിയാൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. വലിപ്പമുള്ള ഫോട്ടോ ആണെങ്കിൽ അത്ര ഐഡന്റിഫിക്കേഷൻ എളുപ്പമാവുമല്ലോ, അത്ര മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ആ പാസ്പോർട്ട് സൈസിൻ്റെ തന്നെ ഒരു വലിപ്പമുള്ള മുഖം മാത്രമുള്ള ഒരു ഫോട്ടോഗ്രാഫ്, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, അത് തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, അതിനകത്ത് മുഖം 80% വലിപ്പമുള്ള ഒരു പോസ്റ്റ് കാർഡ്, അതും 200 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ്. പിന്നെ 10 വിരലിൻ്റെ ഇംപ്രഷൻ. ആ 10 വിരലിൻ്റെയും നമ്മളുടെ ടിപ്പ് നമ്മളുടെ മുദ്ര കിട്ടാനായിട്ട് നമ്മളുടെ സീൽ പാഡിനകത്ത് അമർത്തിയിട്ട് ഒരു വൈറ്റ് പേപ്പറിനകത്ത് 10 വിരലിൻ്റെയും കൂടെ ഒരു ഇമേജ് എടുത്തിട്ട് അത് സ്കാൻ ചെയ്യണം. 10 ഫിംഗേഴ്സിൻ്റെയും നമ്മളുടെ ഇംപ്രഷൻസ് അപ്ലോഡ് ചെയ്യണം. അത് ഫുള്ള് വേണ്ട, ടിപ്പുകൾ മാത്രം മതിയാവും. പിന്നെ വേണ്ടത് സിഗ്നേച്ചർ. അത് രണ്ടും ഒരു 50 കിലോബൈറ്റ്സിൽ താഴെയുള്ള JPEG ഫോർമാറ്റ് ആയിരിക്കും. ഇതെല്ലാം JPEG ഫോർമാറ്റാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ,
10 ഫിംഗേഴ്സിൻ്റെയും ഇംപ്രഷന്, സിഗ്നേച്ചർ. Okay. പിന്നെ വേണ്ടത് ക്ലാസ് 10 മാർക്ക് ലിസ്റ്റ്, അത് PDF ആയിട്ടാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടത്. Okay. അതല്ലാതെ വേറെ ഒരു ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ക്ലാസ് 10 മാത്രമാണ് എല്ലാവരും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇനി നമ്മൾ ആധാർ അല്ല ID പ്രൂഫായിട്ട് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം നമ്മൾ പാസ്പോർട്ട് ആവാം, പാൻ കാർഡ് ആവാം, അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ ID ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. Okay. പിന്നെ PWD ഭിന്നശേഷി വിഭാഗമാണെങ്കിൽ പെർമനൻ്റ് UDID കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ജനറൽ വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോയും സിഗ്നേച്ചറും 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷൻ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ പാസ്പോർട്ട് സൈസും പോസ്റ്റ് കാർഡ് സൈസും, 10 ഫിംഗേഴ്സിൻ്റെ ഇംപ്രഷനും സിഗ്നേച്ചറും 10th മാത്രം അപ്ലോഡ് ചെയ്താൽ മതിയാകും. കാറ്റഗറിയൊക്കെ നമ്മൾ പറഞ്ഞാൽ മതി, കാറ്റഗറിയുടെ നമ്പറൊക്കെ കൊടുത്താൽ മതി, ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. അതിനകത്ത് പിന്നെ ESI ആണെന്നോ അല്ലെങ്കിൽ സ്പോർട്സ്, എക്സ് സർവീസ്, NCC അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു റിസർവേഷനും ഓൾ ഇന്ത്യ കോട്ടയ്ക്കോ എയിംസിനോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നീറ്റിന് അതൊന്നും ബാധകവുമല്ല. അങ്ങനെയുള്ള അഡ്മിഷൻ എല്ലാം കേരള മെഡിക്കൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ ഫോട്ടോയുടെ കാര്യത്തിൽ കുട്ടികൾക്ക് ഒരു ചെറിയൊരു സംശയം പറയുന്നുണ്ട്. അത് ഫോട്ടോയിൽ തന്നെ പേരും ഡേറ്റും വേണോ എന്നുള്ളത്. അതെ, എല്ലാ വർഷവും ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നതും കുട്ടികൾ അനാവശ്യമായിട്ട് പേടിയാകുന്ന ഒരു കാര്യമാണ് ഫോട്ടോയ്ക്കകത്ത് പേരും ഡേറ്റും എന്ന് പറയുന്നത്. അതിന്റെ ഒരു ആവശ്യകത എങ്ങനെയാണ് സാർ ശരിക്കും? അല്ല, അത് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം. ഫോട്ടോ എന്തിനാ ഉപയോഗിക്കുന്നത്? എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ ആളെ ഐഡന്റിഫൈ ചെയ്യുക. അതുകൊണ്ട് അവർ പറയും ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോ വേണം. ആ റീസെന്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് പേരും വെക്കണം, ഫോട്ടോ എടുത്ത് ഡേറ്റും വെക്കണം, ഏറ്റവും പുതിയതാണെന്ന് അറിയാനായിട്ട്. ഇതൊന്നും NT വെരിഫൈ ചെയ്യുന്നില്ല. ഇതിനകത്ത് ഡേറ്റ് പുതിയതാണോ? അപ്പം ചിലരൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇയറൊക്കെ മാറിപ്പോകും, അല്ലെങ്കിൽ ഡേറ്റ് മാറിപ്പോകും. ചിലപ്പോൾ അപ്ലൈ ചെയ്തതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് ഒക്കെ ആയിരിക്കും പ്രിന്റ് ചെയ്ത് വെക്കുന്നത്. ഭൂരിഭാഗം പേർക്കും പേരും ഡേറ്റും കാണത്തില്ല. ഇതൊന്നും വിഷയമല്ല. ആളെ ഐഡന്റിഫൈ ചെയ്യുക, നല്ല ഫോട്ടോ ആയിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പേരും ഡേറ്റും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പാസ്പോർട്ടിൽ മാത്രമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. അല്ലെ പോസ്റ്റ് കാർഡിൽ മാത്രമേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. വേണ്ടത് പാസ്പോർട്ട് സൈസിലും പോസ്റ്റ് കാർഡ് സൈസിലും പേരും ഫോട്ടോ എടുത്ത ഡേറ്റും പ്രിൻ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവർ പ്രോസ്പെക്ടസിൽ പറയുന്നത്. പക്ഷേ അതൊരിക്കലും മാൻഡേറ്ററി അല്ല. വൈറ്റ് ഫോട്ടോ ആളെ തിരിച്ചറിയുക എന്ന് മാത്രമേ ഉള്ളൂ. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇത്തവണയും കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് കണ്ണാടിയുടെ കാര്യം. സ്പെക്സ് വെക്കണോ? ഫോട്ടോ എടുക്കുമ്പോൾ സ്പെക്സ് വെച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എക്സാം ഹാളിൽ സ്പെക്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? സാർ എന്താണ് അതിൻ്റെ ഒരു സത്യസന്ധത? ഇല്ല, ഇപ്പം എല്ലായിടത്തും ഐറിസാണ് സ്കാൻ ചെയ്യുന്നത്. ബയോമെട്രിക്കും ഐറിസും സ്കാൻ ചെയ്തിട്ടാണ് വിദ്യാർത്ഥികൾ അകത്തോട്ട് കയറുന്നത്. അതിനകത്ത് കണ്ണാടി എന്ന് പറയുന്നത്, സ്പെക്സ് എന്ന് പറയുന്നത് യാതൊരു വിധത്തിലും നെഗറ്റീവ് അല്ല. പിന്നെ സ്പെക്സ് വെച്ചാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ ഗ്ലെയർ വരരുത്, കൃഷ്ണമണി മറയരുത്, ഐറിസ് മറയരുതെന്ന് മാത്രമേ ഉള്ളൂ. കണ്ണാടി വെച്ച് ഫോട്ടോ എടുക്കാം, വെക്കാതെ ഫോട്ടോ എടുക്കാം. ലൈവ് ഫോട്ടോ എടുക്കുമ്പോഴും അങ്ങനെ തന്നെ നിങ്ങൾക്ക് എടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. മാച്ച് ആവണം, ഉദയയുടെ ഡേറ്റയായിട്ട് മാച്ച് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ണാടി ഇല്ലാതെ ഫോട്ടോ എടുത്തെന്ന് വിചാരിച്ചുകൊണ്ട് പരീക്ഷാ സെൻറ്ററിൽ കണ്ണാടി ഉപയോഗിക്കാൻ മേലായി ഒന്നുമില്ല. അങ്ങനെ ഒന്നും പ്രോസ്പെക്ടസിൽ പറയുന്നില്ല. നിങ്ങൾ കണ്ണാടി വെച്ച് പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കണ്ണാടി വെച്ചുള്ള ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. ഫോട്ടോ എടുക്കുമ്പം നിങ്ങളെ നന്നായിട്ട് തിരിച്ചറിയാൻ പാകത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും ഫോട്ടോ എടുക്കാം. അതിനകത്ത് മറ്റു യാതൊരു മാനദണ്ഡങ്ങളും കണ്ണാടി വെച്ചില്ല. നിങ്ങളുടെ കൺവീനിയൻസ് എന്താണോ അതനുസരിച്ച് ഫോട്ടോഗ്രാഫ് എടുക്കാം. സാർ, ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഒരു നിയമാവലിയിലുള്ളതാണ് ചെവി കാണണം എന്നുള്ളൊരു കാര്യം. പാസ്പോർട്ട് സൈസിന്റെ നിയമാവലി. അതെ, ഇപ്പോൾ മുസ്ലിം കുട്ടികളൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് തട്ടൊക്കെ ഇടുമ്പോൾ അവരുടെ ചെവി ഇല്ല, യാതൊരു കുഴപ്പമില്ല. തട്ടയിട്ട് ഫോട്ടോ എടുക്കാം. അത് ഞാൻ പറഞ്ഞ ആളെ തിരിച്ചറിയണമെന്ന് മാത്രമേ ഉള്ളൂ. തട്ടയിട്ട് ഫോട്ടോ എടുക്കാൻ 2 ചെവിയും ഫോട്ടോയിൽ ഇങ്ങനെ മൊത്തം കാണണം, അങ്ങനെയല്ല. ആ സൈഡ് കട്ടായി പോകരുത്. ഓക്കെ, അതായത് ഫേസിന്റെ കുറച്ച് ഭാഗമെങ്കിലും കട്ടായി പോകരുതെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മുഖം മൊത്തം ആ പാസ്പോർട്ട് സൈസിൽ ഉണ്ടാവണം. അതിന് മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആ ആളെ തിരിച്ചറിയുക എന്നുള്ളതിനപ്പുറത്ത് 2 ചെവി ഉണ്ടോ, മൊത്തം തിരിച്ചറിയുക, അങ്ങനെ ഒന്നുമില്ല. നല്ല നമുക്കിപ്പോൾ നീറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മൾ കാണുന്നതല്ലേ, എത്രയോ സീരിയസ് ആയിട്ട്, എത്രയോ സ്വപ്നങ്ങളായിട്ട് ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാം എഴുതാനുള്ള അന്തരീക്ഷം ഏറ്റവും സ്മാർട്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അല്ലേ? എക്സാമിന് ഹാളിൽ നമ്മൾ ചെല്ലുമ്പം അവിടെ ഏറ്റവും നല്ല രീതിയിൽ ആ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പറയുന്നത് ആധാർ നിങ്ങൾ കറക്റ്റ് ആക്കണം. അപ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ ഫോട്ടോ കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നും പേടിക്കാനില്ല. നിങ്ങളുടെ ബയോമെട്രിക് കറക്റ്റ് ആയിരിക്കാം. അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്നത് ആ ദിവസത്തെ പെർഫോമൻസിനെ മറ്റൊരു രീതിയിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനപ്പുറത്ത്
ആപ്ലിക്കേഷൻ ചെയ്യുന്നതിൽ, കാരണം നമ്മൾ പറഞ്ഞല്ലോ, വീണ്ടും നമ്മളത് എടുത്തു പറയുന്നത്, ജെയുടെ ആപ്ലിക്കേഷൻ എല്ലാം നടന്നു, അതിനും ഈ ലൈവ് ഫോട്ടോ ഉണ്ടായിരുന്നു, ആധാറിൻ്റെ നിർബന്ധമായിരുന്നു, ബയോമെട്രിക് ഉണ്ടായിരുന്നു, ആധാർ ഒതൻറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നോ? ആരെങ്കിലും പരീക്ഷ എഴുതാതിരുന്നോ? ആരെങ്കിലും എക്സാം ഹാളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. എല്ലാവരും എക്സാം എഴുതി ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ ഏറ്റവും തിളക്കമാർന്നൊരു വിജയമായിരിക്കും വരാൻ പോകുന്നത്. കാരണം അത്രയ്ക്ക് നല്ല എക്സാമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാൻ പറയുന്നത്, ആ എക്സാം ഹാളിൽ നമ്മുടെ വിദ്യാർത്ഥിക്ക് ഏറ്റവും നല്ല രീതിയിൽ എക്സാം എഴുതാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച തന്നെ ആരംഭിക്കുന്നതായിരിക്കും. സാർ, ഇപ്പോൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഡേറ്റ കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ്, നമ്മളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അഡ്രസ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആധാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സാം സെൻറ്ററുമായിട്ടുള്ള കാര്യങ്ങൾ. സാർ, ഈ എക്സാം സെൻറ്ററിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവർക്ക്, ഇപ്പം ദുബായിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ഉണ്ട്. കേരളത്തിന് പുറത്ത് ഏതാണ്ട് 15ഓളം സെൻറ്ററുകൾ ഉണ്ട്. അപ്പം എക്സാം സെൻറ്ററുകളുടെ കാര്യങ്ങൾ, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയത്തിൻ്റെ കാര്യം, പിന്നെ നമ്മൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ബേസിക് ഡാറ്റാസ് മാത്രമാണ് കളക്ട് ചെയ്യുന്നത്. അപ്പം എക്സാം സെൻറ്റർ വരുമ്പം നമുക്ക് 4 ഡിഫറെൻറ്റ് ചോയ്സസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ എക്സാം സെൻറ്റർ ആയിരിക്കും നമുക്ക് അനുവദിക്കുന്നത്. ഈ എക്സാം സെൻറ്റർ നമ്മൾ എവിടെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഏകദേശം ഒരു ധാരണ നമുക്ക് ഉണ്ടാവണം. അതായത്, കേരളത്തിലാണ് നമ്മൾ പരീക്ഷ എഴുതേണ്ടതെങ്കിൽ നമ്മൾ 2 അഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. ഒന്ന് പ്രസന്റ് അഡ്രസ്സും ഒന്ന് പെർമനന്റ് അഡ്രസ്സും. ഇതിൽ ഒരു അഡ്രസ്സ് കേരളത്തിലെ ഉണ്ടായിരിക്കണം. അപ്പം കോട്ടയത്ത് പരീക്ഷ എഴുതണമെങ്കിൽ കോട്ടയത്തെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം നിർബന്ധമില്ല. കേരളത്തിലെ ഒരു അഡ്രസ്സ് ഉണ്ടായാൽ മതിയാകും. അപ്പം ആ സംസ്ഥാനത്തെ ഒരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്തെ ഏത് ജില്ലയും നമുക്ക് ഒന്നാമതായിട്ട് വെക്കുകയും അവിടെ എക്സാം സെൻറ്റർ അനുവദിക്കുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൽ ഒരു അഡ്രസ്സ് ഉണ്ടായാൽ മതിയാകും കേരളത്തിൽ എവിടെയെങ്കിലും പരീക്ഷ എഴുതണമെങ്കിൽ. വിദേശത്താണ് നമുക്ക് പരീക്ഷ എഴുതണ്ടെങ്കിലോ ഒരു അഡ്രസ്സ്, പെർമനൻറ്റോ പ്രസൻറ്റോ ഏതെങ്കിലും ഒന്ന് അവിടെ ഉണ്ടായിരിക്കണം. അത് ഓർത്താൽ മാത്രം മതി. എവിടെയാണോ നമുക്ക് എക്സാം സെൻറ്റർ വെക്കേണ്ടത് അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതിനൊരു പ്രൂഫൊന്നും വേണ്ട. ആധാറിലുള്ള അഡ്രസ്സ് പോലെ എക്സാം സെൻറ്റർ അനുവദിക്കുക അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ നമ്മൾ പറയുന്നത് ജെയുടെയാണ് ആധാരമായിട്ട് പറയുന്നത്. ആധാറിനനുസരിച്ചാണ് എക്സാം സെൻറ്റർ അനുവദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ കൊടുക്കുന്ന പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും എവിടെയാണോ ആ സ്റ്റേറ്റിൽ നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഏത് ജില്ലയും ഓപ്റ്റ് ചെയ്യാം. വിദേശത്താണ് നിങ്ങൾക്ക് ദുബായിലോ US-ലോ UK-യിലോ സിംഗപ്പൂരോ എവിടെയാണോ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടത് അവിടുത്തെ ഒരു അഡ്രസ്സ് പ്രസൻറ്റ് അഡ്രസ്സിലോ പെർമനൻ്റ് അഡ്രസ്സിലോ ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിദേശത്ത് 15ലധികം സെൻറ്ററുകളുണ്ട്. എക്സാം ഫീസ് കൂടുതലായിരിക്കും, 8000 രൂപയോളം എക്സാം ഫീസ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. വിദേശത്ത് എക്സാം സെൻറ്റർ ഉണ്ട്. ഒരു അഡ്രസ്സ് വിദേശത്തുള്ളത് എവിടെയാണോ എക്സാം എഴുതേണ്ടത് അവിടുത്തെ അഡ്രസ്സ് ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് യാതൊരു തരത്തിലുള്ള പ്രൂഫും നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. സാർ, അതുപോലെ തന്നെ ഈ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ സമർപ്പിക്കുന്ന ഡേറ്റയൊക്കെ അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു OTP ലഭിക്കുന്നു. അതെ, നമുക്ക് 2 മൊബൈൽ നമ്പറും 2 ഇമെയിൽ ഐഡിയും വേണം. ആ 4 ഡിഫറെൻറ്റ് OTP എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ലൈവായിട്ട് നിങ്ങൾ കുട്ടിയുടെ തന്നെ വേണമെന്നൊന്നുമില്ല, പേരൻറ്റിൻ്റെ ആവാം. ആദ്യം കൊടുക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയാണ് നമുക്ക് അഡ്മിഷൻ സമയം വരെ വാലിഡ് ആയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുക, കാരണം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബറിലൊക്കെയാണ് അഡ്മിഷൻ. ആ സമയത്തൊക്കെ നമുക്ക് അതിനകത്താണ് OTP വരേണ്ടത്. ആദ്യം കൊടുക്കുന്ന മൊബൈലും ആദ്യം കൊടുക്കുന്ന ഇമെയിൽ അഡ്രസ്സും, പിന്നെ നമ്മൾ കൊടുക്കുന്ന എമർജൻസി കോൺടാക്റ്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ മൊബൈലും രണ്ടാമത്തെ ഇമെയിൽ ഐ ഡിയും. ഇതിനകത്തെല്ലാം ഡിഫറെൻറ്റ് OTP വരും അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രം. പിന്നീടുള്ള സമയത്തെല്ലാം ഒരൊറ്റ OTP മാത്രമേ ഉള്ളൂ. ആ ഡിഫറെൻറ്റ് OTP എൻ്റർ ചെയ്താലേ നമുക്ക് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വിദേശത്തുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? വിദേശത്തെ നമ്പറിൽ OTP വരും. നമ്മളിപ്പം ഏത് അഡ്രസ്സാണോ കൊടുക്കുന്നത് അതനുസരിച്ച് കൺട്രി കോഡ് വരികയും അവിടുത്തെ ഇതിലോട്ട് OTP വരികയും ചെയ്യും. അതിനൊന്നും യാതൊരു കുഴപ്പമില്ല, ഏത് നമ്പറും വെക്കാം. പിന്നീട് കൗൺസിലിംഗ് സമയത്തൊക്കെ ഇങ്ങോട്ട് വരുന്നതാണെങ്കിൽ ഒരു നമ്പർ ഇന്ത്യ വെക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട നമ്പർ, ഇന്ത്യ വെക്കുന്നതാണ് നല്ലതെന്ന് മാത്രമേ ഉള്ളൂ. OTP എന്താണേലും എവിടെയാണെങ്കിലും OTP വരും, ഇമെയിലിലും വരും, മൊബൈലിലും വരും. സർ, അതുപോലെ തന്നെ വരുമാനം ഇമ്പോർട്ടൻ്റ് ആണോ? അതുപോലെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ എവിടെ വരെ പഠിച്ചു, അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതെന്ന് പറയുന്നത് നമുക്കിതറിയാം. ഏതാണ്ട് 25 ലക്ഷം വിദ്യാർത്ഥികളാണ് നീറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡാറ്റാബേസ് കളക്ഷനാണ് ഈ നീറ്റിൻ്റെയൊക്കെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഏത് സാമൂഹ്യ പശ്ചാത്തലമുള്ളവരാണ് അപ്ലൈ ചെയ്യുന്നത്, എന്തായിരിക്കും അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെയുള്ള കുറേയധികം ഡാറ്റ നമ്മൾ കൊടുക്കുന്നത്. നോർമലി അവർക്കൊരു ഡാറ്റാബേസ് കളക്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ.
അതിൽ പെട്ടതാണ് വരുമാനം. നമുക്ക് വരുമാനത്തിന് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട. അവിടെ ഒരു റേഞ്ചേ ചോദിച്ചിട്ടുള്ളൂ. 1,00,000 താഴെയാണോ, 2,00,000 താഴെയാണോ, 8 ലക്ഷമാണോ, 10 ലക്ഷമാണോ എന്നൊരു റേഞ്ച് മാത്രം വെച്ചാൽ മതി. ഡോക്യുമെൻ്റ് ഒന്നും നമുക്ക് വേണ്ട. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ ജോലി എന്താണ്, അല്ലെങ്കിൽ അവരുടെ ആനുവൽ ഇൻകം എന്താണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരു ഡേറ്റാബേസ് കളക്ഷൻ. അതുപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നതൊക്കെ എന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ ട്യൂഷനാണോ, കോച്ചിങ് ആണോ, അതോ നിങ്ങൾ +2 എഴുതുവാണോ എന്നൊക്കെ ഉള്ളതുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കുട്ടികൾ ഇതിനെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് നമ്മളുമായിട്ട് പേഴ്സണലുള്ളതല്ല. നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഡേറ്റയും നമുക്ക് കൊടുക്കാം. സാർ ഇപ്പോൾ +2 കഴിഞ്ഞ ഒരുപാട് വിദ്യാർത്ഥികൾ അവരൊക്കെ നമ്മളുടെ നീറ്റ് എക്സാമിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു ഒരു 50% +2 ശേഷം റിപ്പീറ്റ് ചെയ്യുന്നവരും റിപ്പീറ്റ് ചെയ്യുന്നവരായിട്ട് നീറ്റ് എക്സാമിന് ഉണ്ടാവും. അതെ, അപ്പോൾ അവർക്കൊക്കെ ഒരുപക്ഷെ നമ്മൾ +2 സ്കോർ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇല്ല, അവർക്ക് മാർക്ക് എൻ്റർ ചെയ്താൽ മതി. സ്കോർ കാർഡ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ട. ഏത് വർഷം പാസ്സായി, ഏത് റോൾ നമ്പർ ആണ്, അതിന്റെ ടോട്ടൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്ക് എത്രയാണെന്നുള്ളത് മാത്രം എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സാർ പറഞ്ഞ പോലെ ശേഷിക്ക് 90% ആദ്യമായിട്ട് നീറ്റ് എഴുതുന്നത് അപ്പിയറിംഗുകാർക്ക് ജസ്റ്റ് റോൾ നമ്പർ മാത്രം കൊടുത്താൽ മതി. ഇയർ 2026 എന്നുള്ളതും അപ്പിയറിംഗ് എന്നുള്ളത് മാത്രം കൊടുത്താൽ മതിയാകും. അപ്പം റോൾ നമ്പർ ഇപ്പോൾ എല്ലാവർക്കും കിട്ടിക്കാണും. പ്രാക്ടിക്കൽ എക്സാമിനൊക്കെ ഉള്ള ഹോൾ ടിക്കറ്റ് എല്ലാവരിലും വന്നിട്ടുണ്ട്. +2 റോൾ നമ്പർ കൊടുത്താൽ മാത്രം മതിയാകും. സാർ, അപ്ലൈ ചെയ്തതിന് ശേഷം എങ്ങനെ ഇത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയെന്നൊരു പേരൻറ്റിനും കുട്ടിക്കും അറിയാൻ സാധിക്കും? നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ ഡാറ്റ എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഒരു പ്രിവ്യൂ ഉണ്ട്. ആ പ്രിവ്യൂ എല്ലാം വായിച്ച് ലാസ്റ്റ് ഇമെയിലിലെ OTP ഒക്കെ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പേയ്മെൻറ്റ് മെത്തേഡ് വരും. ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് വഴിയുള്ള പേയ്മെൻറ്റുകൾ, നെറ്റ് ബാങ്കിങ് വഴിയുള്ള പേയ്മെൻറ്റുകളാണ്. ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് കിട്ടും. നമ്മളുടെ ഫുൾ ഡാറ്റ, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ്, നമ്മൾ എൻ്റർ ചെയ്ത എല്ലാ ഡാറ്റയും ഉള്ള ഒരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടും. അതാണ് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നുള്ളതിൻ്റെ തെളിവ്. ഒരുപക്ഷെ പേയ്മെന്റ് അടച്ചിട്ട് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് പോയേക്കാം, പക്ഷെ ചിലപ്പോൾ അത് NTA അക്കൗണ്ടിൽ കിട്ടിയെന്നിരിക്കുകയില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് കിട്ടും, അക്നോളജ്മെന്റ് കിട്ടുകയില്ല. അതുകൊണ്ട് അക്നോളജ്മെന്റ് പ്രിന്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളതിന്റെ നമ്മുടെ തെളിവ്. സാർ, ഇപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെറിയ തെറ്റുകളൊക്കെ അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തിരുത്താൻ സാധിക്കും? ഇതിന് ഇപ്പം കീം പോലെയല്ല. നീറ്റിൻ്റെ ഡേറ്റാബേസ് കറക്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം ഉദാഹരണം 1 മുതൽ 22 വരെയാണ് നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഇരിക്കട്ടെ. ആ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് എന്നാണോ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അതിനുശേഷം 2 ദിവസം നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, അത് പ്രധാനപ്പെട്ടതാണെങ്കിൽ, പേരോ, അച്ഛൻ്റെ പേരോ അമ്മയുടെ പേരോ, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയമോ, അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസോ, അങ്ങനെ എന്തെങ്കിലും ഒരു കറക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ദിവസം നൽകും. ആ സമയത്ത് നമുക്ക് വേണ്ട കറക്ഷൻസ് വരുത്തിയിട്ട് വീണ്ടും പുതിയ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ NTA എങ്ങനെയായിരിക്കും നമ്മൾ ഇത് അറിയിക്കില്ല? ഞാൻ പറഞ്ഞല്ലോ, NTA ആകെ നോക്കുന്നത് ഫോട്ടോയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്ലോഡ് ചെയ്യുമ്പോഴേ ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ്ങിൽ നോക്കും. ലൈവ് ഫോട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഉദയ ഡേറ്റ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കും. അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോഴേ അത് മാച്ച് ആണോ എന്ന് നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യൽ എന്തെങ്കിലും ബ്ലറോ, സിഗ്നേച്ചറിന് എന്തെങ്കിലും ബ്ലറോ ഉണ്ടെങ്കിൽ ഏപ്രിൽ മാസമാകുമ്പോൾ നമുക്ക് മെയിൽ വരും. നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജിനകത്ത് ക്ലാരിറ്റി കുറവുണ്ട്, ഒന്നും കൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. അത് മാത്രമേ വെരിഫൈ ചെയ്യുന്നുള്ളൂ. അല്ലാതെ പേരോ, ഡേറ്റ് ഓഫ് ബർത്തോ, കാറ്റഗറിയോ, ജാതിയോ, എക്സാം സെൻറ്ററോ, അഡ്രസ്സ് വെച്ചിട്ടുള്ളിടത്താണോ എക്സാം കൊടുത്തതെന്നുള്ളതോ, തട്ടയിട്ടിട്ടാണോ ഫോട്ടോ എടുത്തതെന്നോ, അല്ല ചെവി കാണാമോ, അങ്ങനെയൊന്നും NTA നോക്കുന്നില്ല. ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും, ക്ലാരിറ്റി ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അറിയിക്കും, മാറ്റാനുള്ള ധാരാളം സമയം നമുക്ക് നൽകും. അതിനുശേഷം നമുക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, JEE ഓൾറെഡി ഓൺലൈൻ ആപ്ലിക്കേഷൻ കഴിഞ്ഞു, എല്ലാവരും പരീക്ഷ എഴുതുകയും ചെയ്തു. അപ്പം ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരു പരിധിക്കപ്പുറത്ത് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ഇത് വരും എന്നുള്ളത് പേടിക്കേണ്ടതായിട്ടില്ല. ഏറ്റവും സ്മൂത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അല്പം ശ്രദ്ധ കൊടുക്കുന്നത് നമ്മുടെ എക്സാമിനെ അത് വളരെയധികം കുട്ടിക്ക് ഏകാഗ്രതയോടുകൂടി പരീക്ഷ എഴുതാനായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. സാർ, ഇപ്പോൾ കീമിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള മെഡിക്കൽ, കേരള എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാർ, ഈ ഒരു സമയത്ത് ചില കോഴ്സുകളൊക്കെ അവർ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാൻ മറന്നു. അങ്ങനെയുണ്ട്. നീറ്റ് എക്സാം എഴുതുന്ന കുറേയധികം പേര് മെഡിക്കൽ എന്ന് വെച്ചിട്ടില്ല, അവർ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് മാത്രമാണ് അപ്ലൈ ചെയ്തത്. സാർ, ഇങ്ങനൊരു സാഹചര്യം ഇത് ആദ്യമല്ല, കഴിഞ്ഞ വർഷങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ വർഷവും കോഴ്സുകൾ ഇതേ ആപ്ലിക്കേഷനിൽ കോഴ്സുകൾ ആഡ് ചെയ്യാനായിട്ട് അവസരം തരും. ഇത്തവണത്തെ ലാസ്റ്റ് ഡേറ്റ് എന്നാ February 7. അപ്പോൾ അതിനു മുമ്പായിട്ട് ഒരാഴ്ചക്കാലം സമയം തരും. ഇതേ ആപ്ലിക്കേഷനിൽ നമുക്ക് ഏത് കോഴ്സുകളും ആഡ് ചെയ്യാം.
മെഡിക്കലിന് ആഡ് ചെയ്യാത്തവർക്ക് മെഡിക്കൽ ആഡ് ചെയ്യാം, എഞ്ചിനീയറിംഗിന് എഴുതണം തോന്നണം എഞ്ചിനീയറിംഗ് ആഡ് ചെയ്യാം, ബിഫാം ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസും കൂടെ അടച്ചാൽ മാത്രം മതിയാകും. സാർ ഇപ്പോൾ ചിലവർ കാറ്റഗറി വെക്കുമ്പോൾ ചെറിയൊരു സംശയമുണ്ട്. അതെ അതെ, കാറ്റഗറിയുടെ കാര്യത്തിൽ നമുക്കറിയാം, നമുക്ക് ഇവിടെ ഇത്രത്തോളം ഈ കാറ്റഗറിയും സബ് കാറ്റഗറിയും ഒക്കെ ഉള്ളൊരു വിഭാഗമാണ് നമ്മുടെ കേരള ജനത. ഒത്തിരി വിഭാഗങ്ങളുണ്ട്, ഒരു 84ഓളം ജാതി ഉപജാതി വിഭാഗങ്ങൾ ഈ റിസർവേഷനിൽ തന്നെ കിടപ്പുണ്ട്. SC ST വേറെ, OEC വേറെ, ജനറൽ വിഭാഗങ്ങൾ വേറെ. തീർച്ചയായിട്ടും ആ മേഖല കുറേ അതും അച്ഛനും അമ്മയും ഒക്കെ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ കാറ്റഗറി വെക്കാൻ മറന്നുപോയൊരു കൂട്ടരും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാം? നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഡേറ്റ എന്ത് കൊടുക്കുന്നു എന്നുള്ളതിനല്ല പ്രാധാന്യം, ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്നതിലെ കാര്യം. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഈഴവയായിരുന്നു, എനിക്ക് നോൺ ക്രിമിലെയർ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അബദ്ധവശാൽ ജനറൽ എന്നാണ് കൊടുത്തത്. എനിക്ക് ഫെബ്രുവരി 7 വരെ നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്താൽ മതി, എൻ്റെ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈഴവയിലോട്ട് മാറും. കാരണം ഞാൻ ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് കറക്റ്റ് ആയാൽ മതി. അതുകൊണ്ട് നമ്മൾ ഇപ്പം പല ജാതി ഉപജാതി വിഭാഗത്തിൽ ഇത് തന്നെ പ്രശ്നമുണ്ട്. അവർ വെച്ചിരിക്കുന്ന ജാതി ആയിരിക്കല്ലോ ഒരു പക്ഷേ ഡോക്യുമെന്റിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ക്രിസ്ത്യൻ നാടാർ വിഭാഗമൊക്കെ ഉണ്ട്, കൺവേർട്ടഡ് ഫ്രം ക്രിസ്ത്യാനിറ്റി ഒക്കെയാണ്. അല്ലാതെ SC വിഭാഗത്തിൽ നാടാറുണ്ട്. അപ്പോൾ ഇത് ഏത് കൊടുത്തു എന്നൊക്കെ ഉള്ള ചേരമർ അങ്ങനെയുള്ള വിഭാഗത്തിനൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നില്ല കാര്യം. ആ ഡോക്യുമെൻറ്റിനകത്ത് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളതിനകത്ത് കൃത്യമായിട്ട് നമ്മളുടെ ജാതി പറഞ്ഞിട്ടുണ്ട്. അതിലോട്ട് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മെയ് മാസത്തിലൊക്കെ തിരുത്താൻ ധാരാളം സമയം തന്നോളും. അതുകൊണ്ട് ഡേറ്റ എന്ത് വെച്ചു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റ് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അത് വീണ്ടും എൻട്രൻസ് കമ്മീഷൻ പരിശോധിച്ചിട്ട് ആവശ്യമുള്ള തിരുത്തലുകൾ വരുത്താനായിട്ട് സമയം നൽകുകയും ചെയ്യും. സാർ, ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ നാഷണാലിറ്റി, നേറ്റിവിറ്റി, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഡോക്യുമെന്റ് ആണ് നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10. ഇതാണ് എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങൾ. സാർ, ഇപ്പോൾ ആ ഡോക്യുമെന്റ്സിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ? ഇപ്പം നമുക്ക് ഓൾറെഡി ഈ ഫെബ്രുവരി 7 വരെ നമുക്ക് തന്നെ ഇപ്പം അത് മാറിപ്പോയെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് തന്നെ മാറ്റാം. ഫെബ്രുവരി 7 വരെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എൻട്രൻസ് കമ്മീഷൻ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യുകയും ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള മെമ്മോകൾ നമുക്ക് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും. ആ മാറ്റാനായിട്ട് നമുക്ക് ആവശ്യത്തിന് സമയം നൽകും. അതിനെക്കുറിച്ച് പേടിക്കേണ്ടതില്ല. കാറ്റഗറി തന്നെ പിന്നീട് കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ റെഗുലറായിട്ട് നമ്മളൊന്ന് വാച്ച് ചെയ്താൽ മാത്രം മതിയാകും. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ കീമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വൈൻഡ് അപ്പ് ടൈം എപ്പോഴാണ്? 31 ഈ ജനുവരി 31 ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് അക്നോളജ്മെന്റ് സ്ലിപ്പ് പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ മുമ്പ് പറഞ്ഞ നാഷണാലിറ്റി, നേറ്റിവിറ്റി, ഡേറ്റ് ഓഫ് ബർത്ത്, ക്ലാസ് 10 4 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് അക്നോളജ്മെന്റ് ഈ 31 നിർബന്ധമായിട്ടും പ്രിന്റ് ഔട്ട് എടുത്തിരിക്കണം. ആവശ്യമുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, നോൺ ക്രിമിലെയർ, EWS, ഇൻകം, മൈനോറിറ്റി, NRI, അങ്ങനെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC ST അല്ലെ PWD അങ്ങനെയുള്ളതൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഫെബ്രുവരി 7 വരെ സാവകാശം നൽകുകയും ചെയ്യും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി 7 പക്ഷേ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31 തന്നെയാണ്. സർ, കർണാടകത്തിൽ CET ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ? അതെ, കർണാടകത്തിൻ്റെ KE ആപ്ലിക്കേഷൻ ഓൺലൈൻ ആരംഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 16 ലാസ്റ്റ് ഡേറ്റ്. കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അത് ഉപകാരപ്പെടുക? കേരളത്തിൽ നിന്നുള്ള ഒരു 3 വിഭാഗങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് കേരളത്തിലെ റോമൻ കാത്തലിക്സ് വിഭാഗത്തിന് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ 55 സീറ്റുകളുണ്ട്. കേരളത്തിലെ കന്യാസ്ത്രീ സമൂഹത്തിന് അവിടെ 25 സീറ്റുകളുണ്ട്. അപ്പം ഈ സെന്റ് ജോൺസിൽ 8.5 ലക്ഷമാണ് ഫീസ്. ആ ഫീസിൽ സെന്റ് ജോൺസിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ CETക്ക് അപ്ലൈ ചെയ്യണം. കർണാടകത്തിൽ ഏതാണ്ട് 24ഓളം സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. അവിടെ 15% സീറ്റുകൾ ഫാദർ മുള്ളർ, JJ, കെമ്പഗൂഡ, രാമയ്യ, ആകാശ്, വൈദേഹി അങ്ങനെയുള്ള മെഡിക്കൽ കോളേജുകളിൽ 15% സീറ്റുകൾ 12 ലക്ഷം രൂപ മുതൽ, ബേസിക് 12 ലക്ഷം മുതൽ മുകളിലോട്ടുള്ള ഫീസിൽ നമുക്ക് നൽകും. അങ്ങനെ കർണാടകത്തിലെ മാനേജ്മെൻറ്റ് സീറ്റിന് 12 ലക്ഷത്തിന് മുകളിലുള്ള മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവരാണ് MBBSന് ഇപ്പം CETക്ക് അപ്ലൈ ചെയ്യേണ്ടത്. സാർ, ഇപ്പോൾ കർണാടകത്തിലുള്ള 24 ഗവൺമെൻറ് സീറ്റിലേക്ക് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ വേണ്ട. നമ്മുടെ കേരളീയരായിട്ടുള്ളവർക്ക് അവിടെ ഗവൺമെന്റ് സീറ്റ് കിട്ടുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴി മാത്രമേ കിട്ടുള്ളൂ. അതിന് CET അപ്ലൈ ചെയ്യേണ്ട. അത് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴി കിട്ടും. യഥാർത്ഥത്തിൽ ഇത് കീം പോലെ തന്നെ കർണാടകത്തിലുള്ളവരുടെ ആപ്ലിക്കേഷനാണ്. കർണാടകത്തിലുള്ള എഞ്ചിനീയറിംഗിൻ്റെയും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, മെഡിക്കൽ
ആർക്കിടെക്ചറിൻ്റെ ഒക്കെ അവരുടെ എക്സാമാണിത്. നമുക്കിവിടെ മാനേജ്മെന്റ് സീറ്റിന് മാത്രമായിട്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. സാർ ഇപ്പോൾ അതുപോലെ BSc നഴ്സിംഗ് ഒരുപാട് വിദ്യാർത്ഥികൾ കർണാടകത്തിൽ നമ്മുടെ ചെറുപ്പകാലം, എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ ധാരാളം വിദ്യാർത്ഥികൾ കർണാടകത്തിൽ മാനേജ്മെന്റ് സീറ്റിൽ BSc നഴ്സിംഗ് പഠിക്കുന്നുണ്ട്. അപ്പം അവർക്ക് നമുക്കറിയാം BSc ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു ശുപാർശയുണ്ട്, ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ BSc നഴ്സിംഗ് പ്രവേശനം സാധ്യമാകാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ കർണാടകത്തിൽ നീറ്റ് അല്ല നോക്കുന്നത്, കർണാടകത്തിൻ്റെതായിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഒരു പരീക്ഷ ഏപ്രിൽ 23, 24 തീയതികളിൽ നടക്കുന്നുണ്ട്. അത് കർണാടകത്തിൽ വെച്ച് മാത്രമേ പരീക്ഷയുള്ളൂ. അപ്പം അവിടുത്തെ മാനേജ്മെൻറ്റ് സീറ്റിൽ BSc നഴ്സിംഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ CET-യുടെ പരീക്ഷ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ പരീക്ഷ എഴുതിയിരിക്കണം. അത് നിർബന്ധമാണ്. നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നതാണ്. സാർ അതുപോലെ തന്നെ BSc നഴ്സിംഗ് നിംഹാൻസിലും സെയിൻറ്റ് ജോൺസിലും ഒക്കെ വേറെ വേറെ. അതെ, അല്ലല്ല, സെൻറ്റ് ജോൺസിന് നീറ്റ് തന്നെയാണ്. നിംഹാൻസിൻ്റെതായ എക്സാമാണ്. BSc നഴ്സിംഗും പാരാമെഡിക്കൽ പ്രോഗ്രാമുകളെല്ലാം അത് സ്വന്തമായിട്ട് നിംഹാൻസിൻ്റെ എക്സാം തന്നെയാണ്. അതുപോലെ തന്നെ സ്പീച്ച് ആൻഡ് ഓഡിയോ തെറാപ്പി നമ്മുടെ മൈസൂർ ഉള്ളത്, അതിനും അവരുടേതായിട്ടുള്ള എൻട്രൻസ് ആണ്. CET അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാർ അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെ മാനേജ്മെന്റ് കോട്ടയുടെ ഒരു ആപ്ലിക്കേഷൻ, തമിഴ്നാടിൻ്റെ ഇതുപോലെ തന്നെ ഇപ്പം തമിഴ്നാട്ടിൽ എലിജിബിലിറ്റി ഉള്ളവർക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ TN മെഡിക്കൽ സെലക്ഷൻ ജൂണിലേ വരുള്ളൂ, ജൂൺ അവസാനമേ വരുള്ളൂ. അവിടെ നമുക്ക് മാനേജ്മെന്റ് സീറ്റിന് PSC മെഡിക്കൽ കോളേജിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് മാനേജ്മെന്റ് സീറ്റ് 15% കിട്ടും. അതിന് ജൂൺ അവസാനമാണ് TN മെഡിക്കൽ സെലക്ഷൻ .net വഴി അപ്ലൈ ചെയ്യേണ്ടത്. CMC വെല്ലൂരിലൊക്കെ അഡ്മിഷൻ എടുക്കാൻ CMC വെല്ലൂരിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പം മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യണം. പക്ഷേ തമിഴ്നാടിൻ്റെ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് ജൂൺ അവസാനം മാത്രമേ അപേക്ഷ ക്ഷണിക്കുകയുള്ളൂ. തമിഴ്നാട്, ആന്ധ്ര, തെലുങ്കാന, നമ്മുടെ സെൻറ്റാക്ക്, പോണ്ടിച്ചേരി, അതൊക്കെ ജൂണിൽ മാത്രമേ ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയുള്ളൂ. കർണാടക മാത്രമാണ് മാനേജ്മെന്റ് സീറ്റിന് ഇപ്പം ആപ്ലിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. സാർ ഈ കഴിഞ്ഞ ദിവസം ജോബിൻ സാറും ശിവൻ സാറും കൂടെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതായത് CUET കുറിച്ച്. തീർച്ചയായിട്ടും ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നിയത്, ഏറ്റവും അധികം എൻക്വയറി വന്നത് CUET കുറിച്ചും അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചും. കാരണം മലയാളികൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ആ എക്സാമിൻ്റെ ഒരു പ്രാധാന്യം. 1000-ലധികം ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് പ്രവേശനം കിട്ടുന്ന കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം മെയ് 11 മുതൽ മെയ് 30 വരെയാണ്. അതായത് നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഏറ്റവും സേഫായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് CUET. മെയിലാണ് ഓൺലൈൻ എക്സാം. അപ്പോൾ ഈ ഒരു CUET-യുടെ ആപ്ലിക്കേഷൻ എന്നാണ്, അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം? CUET-യുടെ ആപ്ലിക്കേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ജനുവരി 31 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ്. നമ്മൾ പറഞ്ഞ പോലെ 59 സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി പ്രോഗ്രാം, ഇത്തവണ നാഷണൽ ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലെ BSc ഫോറൻസിക്കിൻ്റെ പരീക്ഷ CUET-യിൽ നിന്നാണ് എടുക്കുന്നത്. ICAR, ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെയും ബാക്കി അനുബന്ധ കോഴ്സുകളുടെ അഡ്മിഷൻ മുഴുവൻ CUET-യിൽ നിന്നാണ് എടുക്കുന്നത്. ഡിഗ്രി പ്രവേശനം DU ആണെങ്കിലും ഏത് യൂണിവേഴ്സിറ്റി ആണെങ്കിലും CUET-യിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം നമ്മുടെ കുടുംബ വരുമാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് പ്രവേശനം നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമാണ് CUET. ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31. സാർ അതുപോലെ തന്നെ മലയാളികൾ ഇപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലയാണ് അത് BSc നഴ്സിംഗിൽ നമ്മുടെ മിലിറ്ററി നഴ്സിംഗും അതുപോലെ തന്നെ എയിംസിലെ നഴ്സിംഗ്. അതെ, കാരണം കഴിഞ്ഞ വർഷം ഏറ്റവും അധികം പ്രവേശനം നേടിയ 2 മേഖലയാണെന്ന് AFMC MBBS-ഉം മിലിറ്ററി നഴ്സിംഗ്. കാരണം ബ്രില്യൻ്റിൽ നിന്നുള്ള ഏറ്റവും അധികം കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന 2 മേഖലയാണ് ഈ 2 മേഖലകൾ. അതിൽ AFMC MBBS നമുക്കറിയാമല്ലോ, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വഴി തന്നെയാണ്. മിലിറ്ററി നഴ്സിംഗും അതുപോലെ തന്നെയാണ്. നീറ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം joinIndianArmy.nic.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യണം. റിസൾട്ട് വന്നതിന് ശേഷം ആ നീറ്റിൻ്റെ മാർക്കിനനുസരിച്ച് കുട്ടികളെ റിക്രൂട്ട് ചെയ്തിട്ട് ഡൽഹിയിലോട്ട് ക്ഷണിക്കുകയാണ്. ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, മെഡിക്കൽ ഫിറ്റ്നസിനെല്ലാം ക്ഷണിച്ചിട്ട് അതിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് 5 മിലിറ്ററി കോളേജുകളിലുള്ള BSc നഴ്സിംഗ് പ്രവേശനം. ഇപ്പോഴൊന്നും അപ്ലൈ ചെയ്യേണ്ട, റിസൾട്ട് വന്നിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും. പിന്നെ നമ്മൾ ഏറ്റവും അധികം പ്രവേശനം നേടുന്നതും ₹1 പോലും ചിലവില്ലാതെ പഠിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖല മിലിറ്ററി നഴ്സിംഗിന് ₹1 പോലും ചിലവില്ല. അതുപോലെ തന്നെയാണ് എയിംസ് BSc നഴ്സിംഗ്. എയിംസിൻ്റെ 19ഓളം മെഡിക്കൽ കോളേജുകൾ, എയിംസ് ഡൽഹി ഉൾപ്പെടെ, ഡൽഹിയും ഭോപ്പാലും ഭുവനേശ്വരും റായ്പൂരും ഋഷികേശും ഒക്കെ ഉള്ള എയിംസിൻ്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളുടെ BSc നഴ്സിംഗ് എക്സാം ഇത്തവണ ജൂൺ 26 അത് വലിയൊരു അനുഗ്രഹമാണ്. മെയ് 3 നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞ്
CUETയും കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാനായിട്ടുള്ളൊരു അവസരമാണ്. ജൂൺ 26 എയിംസ് BSc നഴ്സിംഗിൻ്റെ എക്സാം നടക്കുന്നത്. മാർച്ച് മാസത്തിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. സാർ, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ പേരൻസ് ഒക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കുക കുട്ടികളുടെ മോഡൽ എക്സാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ എല്ലാ ക്യാമ്പസുകളും അതെ, കേരളത്തിലുള്ളതും അല്ലെങ്കിൽ ഒരു വിധത്തിൽ പെട്ട് കഴിഞ്ഞാൽ ബ്രില്യൻ്റ് ഉള്ള ലോകത്തിലെ എല്ലായിടത്തും ഒരു എക്സാം മൂഡിലേക്ക് നമ്മൾ വിദ്യാർത്ഥികളെ എത്തിച്ചിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള NCERT ബേസിലുള്ള 81 ചാപ്റ്ററുകളുടെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി ക്ലാസ്സുകൾക്ക് ശേഷം അതിൻ്റെ ഒരു വട്ട റിവിഷനും ഒക്കെ ശേഷം നമ്മളുടെ ഏറ്റവും സക്സസ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സെഷനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള 200-ൽ പരം മോഡലുകൾ പല രീതിയിൽ നമ്മുടെ ഫാക്കൽറ്റീസ് തയ്യാറാക്കിയ മോഡലുകളിലൂടെയാണ് ഇനി വിദ്യാർത്ഥികൾ കടന്നു ചെല്ലുന്നത്. മോഡൽ എക്സാമിന് വലിയൊരു പ്രാധാന്യമുണ്ട് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ. അതായത് ഇപ്പം ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടേഴ്സൊക്കെ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു മോഡൽ എക്സാം 180 ക്വസ്റ്റ്യൻ ഉള്ള ഒരു മോഡൽ എക്സാം 3 മണിക്കൂർ ഒരു വിദ്യാർത്ഥി എഴുതുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന ഒരു പ്രയോജനമാണ്, അല്ലെങ്കിൽ അതിനേക്കാളും പ്രയോജനമാണ് ഒരു മോഡൽ എക്സാം 3 മണിക്കൂർ ടൈം ഷെഡ്യൂളായിട്ടിരുന്ന് ചെയ്യുക. അപ്പം മനസ്സിലായല്ലോ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ള മുഴുവൻ കുട്ടികളോടും ഇത് പഠിച്ചു തീർന്നില്ല. കാരണം കുട്ടികൾക്ക് എല്ലാവർക്കും പഠിച്ചു തീർന്നില്ല. 10 പഠിച്ചു തീർന്നിട്ട് എക്സാമിനെ ആയിരുന്നെങ്കിൽ എന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പഠിച്ചു തീർക്കുന്നത് എക്സാമിലൂടെയാണ്. ഒരു റിവിഷനാണ് അല്ലേ? ശരിക്കും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ക്വസ്റ്റ്യൻ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-12 മണിക്കൂർ ഇരുന്ന് പഠിക്കുന്ന എഫക്റ്റാണ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ കണ്ണ് പോകുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അതുകൊണ്ട് എല്ലാ പരീക്ഷകളുടെ മുമ്പ് പ്രിപ്പറേറ്ററി മോഡലുണ്ട്. എന്ത് വന്നാലും ആ പ്രിപ്പറേറ്ററിയുടെ 180 ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കണ്ണുകളൊന്ന് കടന്നു പോകണം. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പം ആദ്യം നിങ്ങളുടെ യൂണിറ്റ് എക്സാമിൻ്റെ കൂട്ടത്തിൽ യൂണിറ്റ് എക്സാം നീറ്റിൻ്റെ ഉണ്ട്, നീറ്റ് അഡ്വാൻസ്ഡും ഉണ്ട്. ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണം. ചിലരൊക്കെ 1.5 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതിയിട്ട് വെറുതെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാലും അവർക്ക് മാർക്ക് കിട്ടിയിരിക്കുന്നത് 400-450 ആയിരിക്കും. പക്ഷേ ആ സമയം മൊത്തം ഒന്ന് ഉപയോഗിച്ചിരുന്നെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ എല്ലാത്തിലൂടെ ഒന്ന് കടന്നു പോവുകയും ഓരോന്നിനും കൃത്യമായിട്ടുള്ളൊരു ടൈം കൊടുക്കാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അപ്പം കൃത്യമായിട്ടും ആ എക്സാമിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പല രീതിയിൽ നിങ്ങളതിനെ പ്രാക്ടീസ് ചെയ്യണം. അതർ ഗ്രൂപ്പിൻ്റെ എക്സാമുകൾ നിങ്ങൾക്ക് തരും. JEE സെഷൻ 1 മുഴുവൻ ക്വസ്റ്റ്യനുകൾ നിങ്ങളുടെ ലേണിംഗ് ആപ്പിനകത്ത് തന്നിട്ടുണ്ട്. അപ്പം ഇനി മുഴുവൻ നമ്മളുടെ പഠിത്തം എന്ന് പറയുന്നത്, നമ്മുടെ റിവിഷൻ എന്ന് പറയുന്നത്, നമ്മളുടെ എക്സസൈസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ബൗണ്ടഡാണ്. ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിൻ്റെ മുഴുവൻ വീഡിയോ സൊല്യൂഷനും ഡീറ്റെയിൽഡ് അനാലിസിസും ഉണ്ട്. ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പം ഒരു ചാപ്റ്റർ തന്നെ 40-ലധികം പ്രാവശ്യമാണ് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിലൂടെ കടന്നു പോകാൻ പോവാണ്. അപ്പോൾ അത് മതി നമുക്ക് ഡീസൻ്റ് ആയിട്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട്. അപ്പം എക്സാമിന് കിട്ടുന്ന മാർക്കിനെ അല്ല, അതിന് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ സ്ഫുടം ചെയ്തെടുക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മെയ് 2 വരെ പരീക്ഷ എഴുതിയിട്ട് മെയ് 3 എക്സാം ഹാളിലിരുന്ന് മറ്റൊരു നീറ്റ് മോഡൽ എഴുതുന്നത്. അതായിരിക്കണം നമ്മളുടെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നാളെയാണ് എൻ്റെ നീറ്റ് എക്സാം എന്ന് വിചാരിച്ച് നമ്മളുടെ തലേ ദിവസത്തെ ഒരു ഉറക്കവും എക്സാം ഹാളിൽ നമ്മൾ ചെല്ലുന്നതും ആദ്യം മുതൽ ക്വസ്റ്റ്യനുകളെ എല്ലാം ഒന്ന് എടുത്ത് നോക്കുന്നതും, കാരണം ആ 180 ചോദ്യങ്ങളും ഞാൻ കൃത്യമായിട്ട് വായിച്ചിരിക്കും. 180 ചോദ്യങ്ങളിലൂടെ നമ്മുടെ കണ്ണുകൾ പോകണം. അല്ലാതെ വളരെ ടഫാണെന്ന് വിചാരിച്ച് 100 ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോകരുത്. അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. അപ്പം മുഴുവൻ ചോദ്യങ്ങളും ഞാൻ വായിച്ചിരിക്കും എന്നുള്ള രീതിയിൽ ഓരോ മോഡലിനെയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനകത്ത് തെറ്റ് വന്നിരിക്കുന്നത് ഒന്നും കൂടെ എടുത്ത് നോക്കാനുള്ള ഒരു സൗമനസ്യം കാണിക്കണം. അതിൻ്റെ മാർക്കിനെക്കുറിച്ചോ ഗ്രേഡിനെക്കുറിച്ചോ അല്ലെങ്കിൽ കുറേ പേർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയതിനെക്കുറിച്ചുള്ളതല്ല, അതെങ്ങനെയാണ് ഞാൻ എഫക്റ്റീവായിട്ട് എനിക്ക് അടുത്ത മോഡൽ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നെന്നുള്ളത് ഓരോ ദിവസവും ഒന്ന് അപ്ഗ്രേഡായിട്ട് നിൽക്കുക. ഇന്നലത്തേക്കായാലും 1 മാർക്ക് കൂടുതൽ കിട്ടാനായിട്ടല്ല, ആ മോഡലിനെ ഞാൻ സമീപിച്ച രീതി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് നിൽക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രക്ഷിതാക്കളും. ഇത് കുട്ടികളുടെ മാർക്ക് കിട്ടാനായിട്ടോ കുട്ടികളുടെ റാങ്കുകൾ കുട്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടോ അവർ തമ്മിലുള്ള ഒരു മത്സര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനല്ല. ഇത് ശരിയാണ്, ഇതൊരു ആരോഗ്യകരമായിട്ടുള്ള മത്സരം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്ത് ഓരോ കുട്ടികൾക്കും ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ എവിടെയെങ്കിലും ഒരു കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ടോ, എത്രത്തോളം അവർ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് അറിയാനായിട്ടുള്ളൊരു റിവിഷൻ മെത്തേഡ് മാത്രമാണ് മോഡൽ എക്സാമുകൾ. അവിടെ പഠിച്ചു തീർന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതോ അല്ലെങ്കിൽ എനിക്ക് മേലായികയായിരുന്നുള്ളതോ ഒന്നും ഇതിൻ്റെ എക്സ്ക്യൂസ് അല്ല.
നമ്മൾ ഒരു പുസ്തകം വായിക്കുന്നതിനേക്കാളും അതിൻ്റെ ലെക്ചർ നോട്ട് നോക്കുന്നതിനേക്കാളും 10 മടങ്ങ് ഇരട്ടിയാണ് ഒരു എക്സാം എഴുതുക എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ പ്രിപ്പറേറ്ററി മോഡലിലൂടെ മുഴുവൻ കടന്നു പോകണം. എല്ലാ മോഡൽ എക്സാമുകളുടെയും കൃത്യം ടൈം ഉപയോഗിച്ചുകൊണ്ട് 3 മണിക്കൂർ എക്സാം ആണെങ്കിൽ 3 മണിക്കൂറും ആ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകണം. നിങ്ങൾ അവിടെ അലസമായിട്ടിരിക്കരുത്. 3 മണിക്കൂർ അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കണം. ഓരോ ദിവസത്തെയും മോഡലിനകത്ത് എങ്ങനെ എനിക്ക് എൻ്റെ ഏകാഗ്രത കൂട്ടാം, എത്രത്തോളം എനിക്ക് ശ്രദ്ധ കൂട്ടാം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിരിക്കണം നിങ്ങൾ ഓരോ മോഡലുകളും ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ മെയ് 3 എത്തേണ്ടത്. അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നമ്മൾ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ആ കുട്ടികൾ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അടുത്ത ദിവസങ്ങളിലൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ വീഡിയോ ബാക്കി എല്ലാ മെഡിക്കൽ കോളേജിലോട്ടും ഞങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആണ് ഇത്തവണ ആദ്യം പോകാനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പം ആ വൈറ്റ് കോട്ട് ഇട്ട് അവരെ കണ്ടപ്പം അവർക്ക് ഞങ്ങളെ കണ്ടപ്പോഴുള്ളപ്പോൾ ഞങ്ങൾക്ക് അവരെ കണ്ടപ്പോഴൊക്കെ ഒരു സന്തോഷം, അഭിമാനം ഒക്കെ നിങ്ങളിലും കാണുകയാണ്. അപ്പം അവനോ അപ്ഡേറ്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ റിവിഷൻ നടത്താനായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾ ആ രീതിയിൽ കണ്ട് എത്രത്തോളം ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്, പുതിയ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരവസരവും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നമുക്ക് നീറ്റിൻ്റെ ഏറ്റവും പ്രധാന ഘട്ടത്തിലോട്ട് ബ്രില്യൻ ക്യാമ്പസ് കടന്നിരിക്കുകയാണ്. അപ്പോൾ 2026 നീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് ശിവൻ സാറിനൊപ്പം വന്ന പ്രോഗ്രാമിൽ ശിവൻ സാർ പങ്കുവച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിൽ ശിവൻ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഡേറ്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഒരു വാരത്തോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത എപ്പിസോഡ് നമ്മൾ നീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. യെസ്. അപ്പോൾ ഇനി ആ ഒരു ഡേറ്റ് വരുന്ന സമയം കൃത്യമായി അന്ന് തന്നെ ലൈവും കാര്യങ്ങളും ഒക്കെ പ്രേക്ഷകരെയൊക്കെ അറിയിച്ചുകൊണ്ട് ശിവൻ സാർ വരുന്നതായിരിക്കും. ആ ഒരു ലൈവിൽ കൃത്യമായിട്ട് എങ്ങനെയായിരിക്കണം വിദ്യാർത്ഥികൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കരുതണം, കൂടുതലായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എല്ലാം ഉണ്ട്. അതെ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു ശിവൻ സാറിനോട്, എങ്ങനെ ഇതിനെ സക്സസ്ഫുള്ളി നമുക്ക് കംപ്ലീറ്റ് ആക്കാം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ശിവൻ സാറിൻ്റെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളും ലൈവുകളും ഒക്കെ കണ്ടവർ സക്സസ്ഫുള്ളി തന്നെയാണ് അവരുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്കിയത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയും നിങ്ങൾ മുഴുവനായി തന്നെ കാണണം. മറ്റ് വിദ്യാർത്ഥികളിലേക്കും മാതാപിതാക്കളിലേക്കും ഒക്കെ ഈ ഒരു വിവരം ഷെയർ ചെയ്ത് നൽകണം. ഒരു അശ്രദ്ധ മൂലം ആർക്കും അവരുടെ സീറ്റുകളോ കാര്യങ്ങളോ ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. അത് ബ്രില്യൻറ്റിൻ്റെ ഒരു വലിയൊരു കാര്യമാണ്, ഒരു കർത്തവ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം. ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.